ഹായ് ഓൾ, വെൽക്കം ടു പെപ്കോ ലാൻഡ് ഓർഗാനിക് ഫാമിംഗ്. പെപ്കോ ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം വയനാട് വിത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ കണ്ട കാഴ്ചകളാണ് നിങ്ങളെയും കൂടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. 3 ദിവസങ്ങളിലായിട്ടായി നടന്ന ഈ ഒരു കാർഷിക മേള പുത്തൂർ വയൽ MS സ്വാമിനാഥൻ ഗവേഷണ നിലയം, ആദിവാസി വികസന സമിതി, സീഡ് കെയർ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് നടന്നിട്ടുള്ളത്. പുത്തൂർ വയൽ സ്വാമിനാഥൻ ഗവേഷണ നിലയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും ഈ ഒരു കാർഷിക മേള നടത്തി വരുന്നുണ്ട്. ദേശീയ സെമിനാറുകൾ, വിത്ത് വിള വൈവിധ്യ പ്രദർശനം, വിപണനമേള, കാർഷിക ജൈവ വൈവിധ്യ അവാർഡ് ദാനം, ഗവേഷകർക്കുള്ള പോസ്റ്റർ സെഷനുകൾ, മണ്ണ് പരിശോധനയും ഉടനെയുള്ള പരിശോധനാ ഫലവും, കുട്ടികളും ശാസ്ത്രജ്ഞരും തമ്മിലുള്ള സംവാദങ്ങൾ, കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടിയായി പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കുകൾ എന്നിവയെല്ലാം ഈ വിത്തുത്സവത്തിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കാർഷിക മേളയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ. എത്ര വെറൈറ്റീസാ ഇവിടെ ഉണ്ടാക്കിയത്? നാടൻ വെറൈറ്റി ഇതിങ്ങനെ പുതിയത് കണ്ടുപിടിച്ചിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ? എല്ലാ സംസ്ഥാനത്തെയും നാടൻ വിത്തുകൾ നമുക്ക് കുറെ കളക്ട് ചെയ്ത്, പിന്നെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്, കൃഷി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഏത് വിത്താണ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരിട്ട് പോയാൽ അവർ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ അവർ ഒറിജിനൽ തരില്ല. മുളയ്ക്കാത്ത വിത്ത് അച്ചിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുളയ്ക്കുന്നത് കിട്ടും. അങ്ങനെ ബന്ധപ്പെട്ട് കൊണ്ടുവരും. അങ്ങനെ വെസ്റ്റ് ബംഗാളിലെ പിന്നെ 1 നെല്ലിന് 2 അരി, ഗോനി പോറച്ചാൽ വെള്ളത്തിലിട്ടാൽ
ചോറാവുന്ന അത് ഏതോന്നൊന്ന് കാണിക്കോ? പിന്നെ അതുപോലെ ഏറ്റവും ആ ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചോറായി വരും. നമ്മൾ ഇളം ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരു 15 മിനിറ്റ്, ഇത്തിരി പച്ചവെള്ളത്തിലാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം 25 അല്ലെങ്കിൽ 30 മിനിറ്റ്. പിന്നെ എന്താ പറയുക, അമ്പേമോഹൻ എന്ന് പറയും. അമ്പേമോഹൻ നമ്മുടെ കേരളത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വില കൂടിയ ഒരു 2500 റുപ്യാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അരിയായിട്ട് വരുമ്പോൾ നമുക്ക് ഏകദേശം 3500-4000 രൂപ വിലയാണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് ബാംഗ്ലൂരുകാരാണ്. സൗന്ദര്യവർദ്ധക വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു സാധനം അവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് വെറൈറ്റികൾ. ഏത് വെറൈറ്റി വന്നിട്ട് അതുപോലെ പച്ചക്ക് കഴിക്കാൻ വന്ന ചേമ്പുണ്ട്. നമ്മുടെ ചേമ്പ് എല്ലാവരും പുഴുങ്ങിയിട്ടല്ലേ പച്ചക്ക് കഴിക്കാൻ ഓക്കെ. താങ്ക് യു. എന്നാലും വിശേഷിച്ചും വയനാടിന്റെ വിത്തുവിള വൈവിധ്യം. ഈ അവസരത്തിൽ വിത്തുത്സവം എന്നത് കാർഷിക ജനിതക വൈവിധ്യത്തിന്റെ നേർക്കാഴ്ചയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലത്ത് നമ്മുടെ വിളകൾ സംരക്ഷിക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. അതിലേറെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. രണ്ട് വെറൈറ്റി കാപ്പിയാണ്. കാപ്പി ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തു. കാപ്പി നമുക്ക് കാപ്പിയുണ്ട്. കാപ്പി നമുക്ക് ശരിക്കും ഒരു 4 വർഷം 5 വർഷം ആകുമ്പോൾ റെഡ് ലിസ്റ്റിന്റെ എംബ്ലം ആണ് റെഡ് കളറിൽ കാണുന്നത്. വെള്ള കുന്തിരിക്കും കറുത്ത കുന്തിരിക്കും. ഇത് അത് ഈ 2 ചെടികൾ മരങ്ങളാണ്. പാലോട്, അതായത് തിരുവനന്തപുരത്തുള്ള പാലോട് മാത്രമേ ഉള്ളൂ ലോകത്തിൽ. നമ്മുടെ ഞാവലി ഉണ്ടല്ലോ, ഞാവലിന്റെ വേറൊരു സ്പീഷീസ് ആണ് ഇത്. പക്ഷേ കിളികളൊക്കെ കഴിക്കുള്ളൂ, നമ്മളൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മലമാവ് എന്ന് പറയുമ്പോൾ കുളമാവ് കേട്ടിട്ടുണ്ട്. അതിന്റെ വേറെ സ്പീഷീസ് ഇനം, വേറൊരു ഇനം. ഇതും കുന്തിരിക്കത്തിന്റെ 2 ഇനങ്ങളാണ്. ഇത് കറുത്ത കുന്തിരിക്കം, വെള്ള കുന്തിരിക്കം. ഇത് രണ്ടും റെയറായിട്ടുള്ള പനകളാണ്. ഇത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമേ ഉള്ളൂ. എന്താണ് കൊക്കോപീറ്റാണോ? സോയിലല്ല അല്ലേ? വാട്ടർ കോളും സോയിലും പിന്നെ മോസസ് പിന്നെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കാം. ഇതൊക്കെ 1 വർഷമായിട്ട് അങ്ങനെ വെച്ച് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ടെറേറിയ. നമ്മളപ്പോൾ ഈ അക്വേറിയത്തിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട്? അക്വേറിയത്തിൽ വേറെ സെറ്റപ്പാണ്, അതും ചെയ്യുന്നുണ്ട്. നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വീടുകളിലും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇതിന് പിന്നെ അപ്പോൾ ഇത് വളരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പറ്റില്ല, ഉണങ്ങി പോകുന്നില്ല. ഇതിന് വേണ്ട എല്ലാ സാധനവും ഇതിന്റെ താഴെയുണ്ട്. ഇതിന് വേണ്ട മിനറൽസ്, ന്യൂട്രിയൻസ്, പിന്നെ വെള്ളം ഒരു വാട്ടർ കോളം പോലെ താഴെയുണ്ട്. ഇത് തന്നെ ഇവർക്ക് കിട്ടും. ഇത് തന്നെ വേപ്രൈസ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാൻ അതിങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. കുറേ നാൾ കഴിയുമ്പോഴേക്കും നമുക്കിത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓപ്പൺ ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതുപോലെ ഇരുന്നോളൂ. കുറേ നാൾ ഇങ്ങനെ മീനൻസ് ഒക്കെ പിന്നെ എത്രത്തോളം നാൾ വെച്ച് സ്റ്റേബിൾ ആക്കിയിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള റേറ്റിന് വ്യത്യാസം.
കാർഷിക മേഖലയുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു പ്രദർശനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിലും അതെല്ലാം കാണിച്ചു എന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അതുപോലെ മനുഷ്യരോടും കൃഷിയോടും വലിയൊരു ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്നയാളെയാണ് MS സ്വാമിനാഥനിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത്. കൃഷി അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് ലോകത്തിലെ ഏറ്റവും പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരുടെ പട്ടികയിൽ അദ്ദേഹം ഉയർന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണവും പരീക്ഷണവും എല്ലാം ഇന്ത്യയുടെ കാർഷിക മേഖലയിലെ കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പുതിയ കർഷകർ ഉയർന്നു വരട്ടെ, നമ്മുടെ നാട് കൃഷികൾ കൊണ്ട് നിറയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.